बच्चे नमस्ते, आप कैसे हो? पिछले कक्षा में किस पाठ के बारे में बताया? हाँ, यस ओके। बीरबाहुड़ी ले बीरबाहुड़ी की जारी देखो, पन्ने संख्या 10 देखो, पेज नंबर 10। लास्ट क्या बताया बताइए? दीपावली के छुट्टी के समय दीपावली के छुट्टी के समय स्कूल खुलने के समय क्या हुआ बताइए? हाँ ओके, बेला के सिर पर सफेद पट्टी बांधी थी। बेला के सिर पर क्या थी? सफेद पट्टी देखकर दोस्तों ने क्या बताया? हाँ, सुल्ताना टाकू सफेद पट्टी कहकर चिड़ा रही है सुल्ताना टाकू सफेद पट्टी എന്നൊക്കെ പറഞ്ഞ അവളെ എന്തെയ്യുന്നു കളിയാക്കിയിരുന്നു അതാണ് പറഞ്ഞത് बेले कहाँ से गिर गई? बेला छत से गिर गई छत रूफ बेला रूफिൽ നിന്നാണ് വീണത് उसका क्या हुआ? एक चोट गई। कहाँ चोट गई? हाँ ओके, सिर पर बेलയുടെ തലയിൽ എന്ത് ചെയ്തു? മുറിവായി ആ സമയം അവൾക്ക് എന്താണ് കളിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായില്ലേ? കിസ്കേലെ ലങ്കടി ടാങ്ക് ലങ്കടി ടാങ്ക് खेलने के लिए गया അവൾ എന്ത് ചെയ്തു? ലങ്കടി ടാങ്ക് കളിക്കാൻ വേണ്ടിയിട്ട് പോയില്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്, ലങ്കടി ടാങ്ക് ഗേലെ. അപ്പോൾ സാഹിൽ പറഞ്ഞു വേണ്ട, കളിക്കേണ്ട, വീണ്ടും കളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിന്റെ തലയിൽ വീണ്ടും മുറിവായാലോ എന്ന് സാഹിൽ വേലയോട് പറഞ്ഞു ഓക്കെ. नहीं लगेगी, बेला ने जिद की और वह हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालों में पूरे गेलगंडी लंगड़ी टांग गेले. इन बच्चों को अपने चारों ओर गिरते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही है. देखिए, नहीं लगेगी അവൾ എന്ത് ചെയ്തു? ഷാട്ടിയും പിടിച്ചു. അവൾക്ക് എന്ത് ചെയ്യണം? ആ PT പീരീഡ് എന്ത് വേണം? ലങ്കടി ടാങ്ക് കളിക്കണമെന്ന്. നെഹി ലഗേഗി, കളിക്കണ്ടായിരുന്നോ? ബേലാനെ ജിദ്ക്കി. ബേല എന്ത് ചെയ്തു? ജിദ്ക്കി. ജിദ് പറഞ്ഞാൽ ഷാട്ടിയും പിടിക്കുക. അവൾ വാശി പിടിച്ചു. കളിക്കേണ്ടായിരുന്നോ? അർവേ അമേഷാക്കി തരേ. അമേഷാക്ക മത്തിലേക്ക് ഏതാ? ഓൾവേസ്, എല്ലായ്പ്പോഴും നമുക്ക് എല്ലായ്പ്പോഴും പോലെ എന്ത് ചെയ്യണം? സാരെ ബച്ചോക്കെ സാത്ത് മുഴുവൻ കുട്ടികളോട് കൂടെ PT പീരീഡ് ആകുമ്പോൾ ആ ക്ലാസ്സിലെ എല്ലാ പിള്ളേരും കളിക്കാൻ ഇറങ്ങും എല്ലാവരോടും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഗാന്ധി ചൗക്കി ബാലുമേ ഗാന്ധി സ്ക്വയറിൽ എന്ത് ചെയ്യുക? ബാലുഷാൻ മണൽ മണലിൽ എന്ത് ചെയ്യുക? പൂരി ഗേൽഗണ്ടി ആ PT പീരീഡ് മുഴുവൻ എന്ത് ചെയ്യുക? ലങ്കടി ടാങ്ക് ഗേലെ നമുക്ക് ആ മുടന്തി കളി കളിക്കാം, കക്കുകളി കളിക്കാം ആ PT പീരീഡ് മുഴുവൻ എന്ത് ചെയ്യണം? നമുക്ക് മറ്റുള്ള പിള്ളേരോട് കൂടെ കളിക്കണം എന്ന് പറഞ്ഞു. ഇൻ ബച്ചോക്കോ അപ്പനോ ചാരോ കേട്ടേ തേക്ക. ഇൻ ബച്ചോക്കോ ഈ കുട്ടികൾ എന്ത് ചെയ്തു? അപ്പനെ ചാരോ ഓർ കേട്ടേ തേക്ക് തൻ്റെ ചുറ്റുപാടും കളിക്കുന്നത് കണ്ടിട്ട് എന്ത് ചെയ്തു? ഗാന്ധിജിക്ക് മൂർത്തി, ഗാന്ധിജിയുടെ എന്ത് ചെയ്തു? മൂർത്തി, സ്റ്റാച്ചു, ബിംബം, പ്രതിമ, ഗാന്ധിജിയുടെ മൂർത്തി ഐസി ദിക്കായിപ്പെടുത്തി അങ്ങനെ കാണപ്പെട്ടു. ജയ്സെ എപ്രകാരമെന്നോ ആ സമയത്തെ കുറിച്ച് അധികം മുസ്കുരാ രഹിയെ ആ സമയത്തേക്കാളും കൂടുതൽ പുഞ്ചിരിക്കുന്നത് പോലെ ഫീൽ ചെയ്തു ആ ഗാന്ധിയുടെ സ്റ്റാച്ചു ആൾറെഡി എന്ത് ചെയ്യുന്നു? ഗാന്ധിയുടെ ചിരിക്കുന്നതായിട്ടുള്ള ഒരു സ്റ്റാച്ചു ആണ് അവിടെ ഉണ്ടായിരുന്നത് പ്രതിമ. അത് സമയത്തേക്കാളും കൂടുതൽ എന്ത് ചെയ്യുന്നു? പുഞ്ചിരിക്കുന്നത് പോലെ ഫീൽ ചെയ്തു നമ്മൾക്കറിയാം ചില റോഡ് സൈഡുകളിൽ അങ്ങനെ ഭാഗങ്ങളിലൊക്കെ എന്താണ് ഓരോ മഹത് വ്യക്തികളുടെ എന്താണ് സ്റ്റാച്ചുകളൊക്കെ സ്ഥാപിക്കും. ഗാന്ധിജിയുടെ എന്ത് ചെയ്യുന്നു? ഒരു ചിരിക്കുന്നതായിട്ടുള്ള ഒരു സ്റ്റാച്ചു ആയിരുന്നു അവിടെ കൊടുത്തിരുന്നത് ആ സ്റ്റാച്ചു എന്ത് ചെയ്യുന്നു? അതിനേക്കാൾ കൂടുതൽ പുഞ്ചിരിക്കുന്നത് പോലെ എന്ത് ചെയ്തു? അവർക്ക് ഫീൽ ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് देखिए. रविवार का दिन था. साहिल अपने घर में नीम की पेड़ की डाली पकड़कर झूल रहा था. वह एक स्टूल पर चढ़कर झूलता था. अचानक टूटे स्टूल की एक कीले साहिल की पिंडली में लग गई. 1 इंच गहरा गड्ढा हो गया. देखिए, रविवार का दिन था. रविवार സൺഡേ രവിവാർ का दिन था. ഒരു സൺഡേ ദിവസമായിരുന്നു ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു രവിവാർ യാ ഇത്തുവാർ രവിവാർ എന്നോ അല്ലെങ്കിൽ ഇത്തുവാർ സൺഡേ എന്നുള്ളതിന് ഇത്തുവാർ എന്ന് പറയും. സാഹിൽ അപ്പനെ ഗർമേ സാഹിൽ എന്ത് ചെയ്യുന്നു? അപ്പനെ ഗർമേ അവൻ്റെ ഹൗസിൽ വീട്ടിൽ എന്ത് ചെയ്യുന്നു? നീംകി ഡാലി പക്കടുക്കാൻ നീം ട്രീയുടെ എന്ത് ചെയ്യുന്നു? ഡാലി ബ്രാഞ്ച്, കൊമ്പ്, ശാഖ. നീം ട്രീയുടെ എന്ത് ചെയ്യുന്നു? പേടിക്ക് ഡാലി പക്കടുക്കാൻ അതിൻ്റെ ശാഖ പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ജൂൽ ജഹാദ
അവൻ ആടുകയായിരുന്നു അല്ലേ. ചില മരക്കൊമ്പുകളൊക്കെ വരുന്നു, അതിൽ പിടിച്ചിട്ട് എന്ത് ചെയ്യും, ഊഞ്ഞാലാടും അല്ലേ കുട്ടികളെ. അതുപോലെ എന്ത് ചെയ്തു, സാഹിൽ ഒരു നീം ട്രീയുടെ ഒരു ബ്രാഞ്ച് പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അവൻ ആടുകയായിരുന്നു. വാ ഏക്ക് സ്റ്റൂൾ पर चढ़कर झूलता था, അവനെന്ത് ഏക്ക് സ്റ്റൂൾ पर चढ़कर झूलता था, ഒരു സ്റ്റൂൾ पर चढ़कर അല്ലേ, ഒരു സ്റ്റൂളിൽ കയറിയിട്ടാണ് അവൻ എന്ത് ചെയ്ത്, झूलता था അവന് ആടിയിരുന്നത് അല്ലേ. ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ കയറിയിട്ടാണ് അവന് ഊഞ്ഞാലാടിയിരുന്നത്, झूलता था. അചാനക് ടൂട്ടേ സ്റ്റൂൾക്കി, അചാനക് സഡൻലി പെട്ടെന്ന്, അചാനക് ടൂട്ടേ സ്റ്റൂൾക്കി സ്റ്റൂള് പൊട്ടിയിട്ട് എന്ത് ചെയ്തു, ഏക്ക് കീല് സാൽക്കെ പിണ്ടലിമേ ലേക്കായി. ഏക്ക് കീല്, കീൽക്കാ മത്തിലേക്ക് ആതാ കീൽ നൈലെ ഒരു ആണി അല്ലേ, ഒരു കീല് ആണി എന്ത് ചെയ്തു, സാൽക്ക് പിണ്ടലിമേ ലഗയി, സായിലിൻ്റെ എന്ത് ചെയ്തു, ആ പിണ്ടലിമേ ലഗയി. പിണ്ടലി ഉദ്ദേശിക്കുന്നത് അവൻ്റെ കാൽമുട്ടിൻ്റെ പിറകിലുള്ള ആ മസിലുള്ള ഭാഗം അല്ലേ, ആ നല്ലൊരു മസിലുള്ളൊരു ഭാഗമില്ലേ കാൽമുട്ടിൻ്റെ പിറകിൽ, ആ ഒരു ഭാഗത്തിനെയാണ് പിണ്ടലി എന്ന് പറയുന്നത്. കാൽമുട്ടിൻ്റെ പിറകിലുള്ള ആ മാംസളമായിട്ടുള്ള ഭാഗത്തെ ലഗയി അല്ലേ, കൊണ്ടു അല്ലേ, ആ കാൽമുട്ടിൻ്റെ ആ മാംസളമായിട്ടുള്ള ആ പിണ്ടലിയിൽ എന്ത് ചെയ്തു, ആണി കൊണ്ടു എന്ന് പറഞ്ഞാൽ ആണി തറച്ചു. ഏക്ക് ഇഞ്ച് ഗഹര ഗഡ ഓകയ, അങ്ങനെ എന്ത് ഏക്ക് ഇഞ്ച് ഗഹര, ഒരു ഇഞ്ച് ആഴത്തിൽ എന്ത് ചെയ്തു, ഗഹര ഓകയ. ഗഹര ഉദ്ദേശിക്കുന്നത് ഗഹര ഡീപ്പായിട്ട് അല്ലേ, ഗഡ ഓകയ, ഗഡ ഉദ്ദേശിക്കുന്നത് കുഴി അല്ലേ, ഒരു ഇഞ്ച് ആഴത്തിൽ കുഴിയായി. കേസേ ആണി എന്ത് ചെയ്തു, തറച്ചു അല്ലേ. ആ നൈൽ എന്ത് ചെയ്തു, കീൽ ചുഗയി അല്ലേ, കീൽ ചുഗ്നേക്കെ കാരണം സാലിക്കെ പിണ്ടലിമേ ഏക്ക് ഇഞ്ച് ഗഹര ചൂട്ടുകയി അല്ലേ, ഒരു ഇഞ്ച് ആഴത്തിൽ എന്ത് ചെയ്തു, മുറിവായി എന്നാണ് പറയുന്നത്. മനസ്സിലായോ കുട്ടികളെ? ओके नेक्स्ट नोके उसे सरकारी अस्पताल में पट्टी बंधवाने के लिए ले जाया गया। उसने देखा कि दो लोगों के छोड़कर आगे बैला गड़ी है, सिर में पट्टी बंधवाने आई है। स्कूल आते जाते हुए और कक्षा में कई दिनों तक दो ऐसे बच्चे दिखाई देते रहे जिनमें से एक के सिर पर पट्टी बांधी होती और एक की पिंडली में सफ़ेद पट्टी वाले ये दोनों कहीं पर भी साथ ही दिखाई देते। देखिए उससे उसे साहिल ने सरकारी अस्पताल में पट्टी बंधवाने के लिए ले जाया गया। ले सरकारी अस्पताल में ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എന്ത് ചെയ്തു, പട്ടി ബന്ധവാനയ്ക്ക് ലിയെ ബാൻഡേജ് ചുറ്റാൻ വേണ്ടിയിട്ട് അല്ലേ, ഒരു സർക്കാർ ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്തു, അവനെ ബാൻഡേജ് ചുറ്റാൻ വേണ്ടിയിട്ട്, ബാൻഡേജ് കെട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ലേ ജായകയ അവനെ കൊണ്ടുപോയി അല്ലേ. സാൽക്കെ കഹാ ലേ ജായകയ ബതായിയേ. ആ ഓക്കെ, സർക്കാരി ഹസ്പതാലിനെ അല്ലേ, ഒരു സർക്കാരി ഹോസ്പിറ്റലിൽ എന്ത് ചെയ്തു, അവനെ പട്ടി ബന്ധവാനയ്ക്ക് ലിയെ ബാൻഡേജ് ചുറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി, ബാൻഡേജ് ചുറ്റാൻ കൊണ്ടുപോയി. उसने देखा कि उसने कौन था, साहिल ले, साहिल देखा कि साहिल कंडू, उसने देखा कि दो लोगों को छोड़कर आगे രണ്ടാളുകളെ എന്ത് ചെയ്തു, ചോടുക്കർ മാറ്റി നിർത്തിയാൽ ആകെ മുന്നിലായിട്ട് അല്ലേ, രണ്ടാളുകളെ ഉപേക്ഷിച്ച് തൊട്ട് മുന്നിലായിട്ട് എന്ത് ചെയ്തു, ബേലഗഡിയെ ബേല നിൽക്കുന്നുണ്ട് അല്ലേ, രണ്ടാളുകളെ മാറ്റി നിർത്തിയാൽ എന്ത് ചെയ്യുന്നു, തൊട്ട് മുന്നിലായിട്ട് ബേല നിൽക്കുന്നുണ്ട്. सिर में पट्टी बंधवाने आई है ले, सिर में पट्टी बंधवाने आई है, पहला किसके लिए आई है, सिर में पट्टी बंधवाने आई है, അവൻ്റെ തലയിൽ ബാൻഡേജ് ചുറ്റാൻ വേണ്ടിയിട്ട് വന്നതാണ് അല്ലേ. ബേല എന്ത് ചെയ്തിട്ടുള്ളതാണ്, ബേലയുടെ തലയിൽ ബാൻഡേജ് ചുറ്റാൻ വന്നതാണ് അല്ലേ. നമ്മളൊരു മുറിവൊക്കെ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ഡ്രസ്സ് ചെയ്യും, ഒന്നിടെ വിട്ട് ദിവസങ്ങളിൽ അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോഴൊക്കെ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകും. അതുപോലെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബേലയ്ക്ക് ആൾറെഡി മുറിവുണ്ടായിരുന്നു അല്ലേ. എങ്ങനെ മുറിവായത്, യെസ് ഓക്കെ, അവൾ റൂഫിൽ നിന്ന് വീണതാണല്ലേ, ആ റൂഫിൽ നിന്ന് വീണിട്ട് എന്ത് ചെയ്തു, അവൾക്ക് മുറിവായതാണ്. അതുപോലെ എന്ത് ചെയ്തു, ഇവിടെ എന്ത് ചെയ്യുന്നു, സായിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ രണ്ടാളുകളുടെ തൊട്ട് മുമ്പിലായിട്ട് ആരും നിൽക്കുന്നുണ്ട്, ബേലയിൽ നിൽക്കുന്നുണ്ട് അല്ലേ. ടോക്കൺ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ ലൈനായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ സായിൽ ബേലയെ കണ്ടു. സ്കൂൾ ആത്തേ ജാത്തേ ഹുയെ, സ്കൂളിലേക്ക് എന്താണ് ആത്തേ ജാത്തേ ഹുയെ, വരികയും പോകുകയും കക്ഷാമേ അല്ലേ, ക്ലാസ് റൂം അല്ലേ, ക്ലാസ് റൂമുകളിൽ എന്ത് ചെയ്യുന്നു, കുറേ ദിവസങ്ങൾ വരെ എന്ത് ചെയ്യുന്നു, ദോ ഐസേ ബച്ചേ ദിക്കായി ദേത്തെ, ഇങ്ങനെയുള്ള 2 കുട്ടികളെ കാണാമായിരുന്നു. ദോ ഐസേ ബച്ചേ ദിക്കായി ദേത്തെ, ഇങ്ങനെയുള്ള 2 കുട്ടികളെ കാണാമായിരുന്നു. ജിന്മേസെ അതിലെന്ത് ചെയ്യുന്നു, ഏകിക്കെ സിർപ്പർ, അതിലുള്ള ഒരാളുടെ സിർപ്പർ
പട്ടി ബന്തി ഓത്തി അല്ലേ, ഒരാളുടെ തലയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബാൻഡേജ് ചുറ്റിയിട്ടുണ്ട്. അത് ഏക്കിക്ക് പിണ്ടലിയുമേ, മറ്റാളുടെ എവിടെ പിണ്ടലിയിലും ബാൻഡേജ് ചുറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള രണ്ട് കുട്ടികൾ എപ്പോഴും സ്കൂളിലേക്ക് ഒന്നിച്ചു വരികയും പോകുകയും ചെയ്യുന്നതായിട്ട് അവർ കണ്ടിരുന്നു അല്ലേ. അങ്ങനെയുള്ള രണ്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നു, അവർ സ്കൂളിലേക്ക് വരികയും പോകുന്നതായിട്ടൊക്കെ എപ്പോഴും കാണുമായിരുന്നു അല്ലേ. ആ രണ്ട് കുട്ടികൾ ആരായിരുന്നു? കൊനെ ദോ ബच्चे കൊനെ बताइए। यस ओके, साहिल और बेला ले, साहिल और बेला से साहिल का चोट कहाँ गई? साहिल के पिंडली में, बेला के सिर पर। दोनों किस अस्पताल में गई? सरकारी अस्पताल में। किसके लिए? പട്ടി ബന്ധവാനെ കേലിയെ. രണ്ട് പേരും ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് പോയത്. അവരെന്താണ്, മുറിവ് കെട്ടാൻ വേണ്ടിയിട്ട് പോയില്ലേ, അതാണ് പറഞ്ഞത്. 5वीं कक्षा का रिजल्ट आ गया, दोनों चढ़ी में आ गए. ये स्कूल 5वीं तक ही था. साहिल अब तुम कहाँ पढ़ोगे? बेला ने पूछा. और तुम कहाँ पढ़ोगी बेला? साहिल ने पूछा. मेरे पापा कह रहे थे कि मुझे राजकीय कन्या पाठशाला में पढ़ेंगे और तुम मुझे अगले साल अजमेर भेज देंगे. वहाँ एक हॉस्टल है, घर से दूर, वहाँ अकेला रहूँगा. देखिए पन्ने संख्या क्या है, देखो 5वीं कक्षा का रिजल्ट आ गया. അങ്ങനെ എന്ത് ചെയ്തു, 5वीं कक्षा का 5th സ്റ്റാൻഡേർഡിലെ അല്ലേ, 5वीं कक्षा का റിസൾട്ട് ആ गया. 5th സ്റ്റാൻഡേർഡിൽ എന്ത് ചെയ്തു, റിസൾട്ട് ആ गया. റിസൾട്ട് വന്നു അല്ലേ, 5th സ്റ്റാൻഡേർഡിലെ റിസൾട്ട് വന്നു. 5वीं कक्षा का റിസൾട്ട് ആ गया, 5th സ്റ്റാൻഡേർഡിലെ റിസൾട്ട് വന്നു. दोनों छड़ी में आ गए. दोनों किस कक्षा में आ गई? छड़ी में आ गई ले. छड़ी 6th स्टैंडर्ड है. पिछले वर्ष में आपने किस दर्जे में पढ़ती है? 9वीं कक्षा में पढ़ती है. इसके बाद 10वीं कक्षा में आ गई ले. കഴിഞ്ഞ വർഷം നിങ്ങൾ 9th പഠിച്ചിരുന്നത്, ഈ വർഷം നിങ്ങൾ എന്ത് ചെയ്തു, 10th മാറി അല്ലേ. അതുപോലെ എന്ത് ചെയ്യുന്നു, അവർക്ക് രണ്ടുപേരുടെയും 5वीं कक्षा का रिजल्ट आ गया. 5th സ്റ്റാൻഡേർഡിൽ എന്ത് ചെയ്തു, റിസൾട്ട് വന്നു. दोनों किस कक्षा में आ गई? യെസ് ഓക്കെ, ചടി മേ ആ ഗയി. രണ്ടുപേരും എന്ത് ചെയ്തു, 6th സ്റ്റാൻഡേർഡിലേക്കായിട്ട് മാറി അല്ലേ, 6th മാറി. ഓക്കെ, ചടി മേ ആ ഗയി, ചടി 6वीं. ഓക്കെ, ഈ സ്കൂൾ 5वीं तक ही था. സ്കൂൾ 5वीं तक ही था. അവിടെ സ്കൂളുകൾ എന്ത് ചെയ്യുന്നു, 5th സ്റ്റാൻഡേർഡ് വരെ ഉള്ളായിരുന്നു അല്ലേ. 1st സ്റ്റാൻഡേർഡ് മുതൽ 5th വരെ അല്ലേ, 7th മുതൽ 8th വരെ അല്ലേ, 9th മുതൽ +2 വരെ, ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ അവരുടെ സ്കൂളുകൾ അല്ലേ. അങ്ങനെ എന്താണ്, 5th വരെ ഉണ്ടായിരുന്നു അവരുടെ സ്കൂൾ. അങ്ങനെ 5th സ്റ്റാൻഡേർഡ് കഴിഞ്ഞാൽ 6th വേറെ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആകേണ്ടി വരും അല്ലേ. നിങ്ങളിപ്പോൾ 10th കഴിഞ്ഞാൽ +1 വേറെ മാറി പോകുന്നത് പോലെ എന്താണ്, ഇവിടെയും 5ാം ക്ലാസ് കഴിഞ്ഞാൽ 6ാം ക്ലാസ്സിലേക്ക് വേറെ സ്കൂൾ മാറണം. साहिल अब तुम कहाँ पढ़ोगे? बेला पूछा. साहिल अब तुम कहाँ पढ़ोगे? അല്ല സാഹിലെ, നീ എവിടേക്കാണ് പോവുക? 5th സ്റ്റാൻഡേർഡ് കഴിഞ്ഞു, റിസൾട്ട് വന്നു അല്ലേ, നീ എവിടെയാണ് പഠിക്കുക? ബേലാനെ പൂച്ച. ബേല ആസ്കിഡ് ബേല ചോദിച്ചു, അല്ല സാഹിലെ നീ എവിടെയാണ് പഠിക്കുക? ബേല ചോദിച്ചു. അപ്പോൾ നേരെ तू कहाँ पढ़ोगी बेला? साहिल ने पूछा. തിരിച്ചു സാഹിൽ ആസ്കിഡ് അല്ലേ, സാഹിൽ ചോദിച്ചു, तुम कहाँ पढ़ोगी बेला? അല്ല ബേല നീ എവിടെയാണ് പഠിക്കുക? സാഹിലിനെ പൂച്ച. സാഹിൽ ചോദിച്ചു, നിങ്ങൾ പറയല്ലേ, നീ +1 കഴിഞ്ഞാൽ ഏത് സ്കൂളിലേക്കാണ് പോവുക? ഞാൻ ഇന്ന സ്കൂളിലേക്ക്. ഞാനും അവിടേക്ക് പോകാൻ നോക്കും, അലോട്ട്മെൻറ്റ് അവിടെ കൊടുത്തു നോക്കണം അല്ലേ, ആ രീതിയിൽ നിങ്ങൾ പറയും അല്ലേ, നിങ്ങൾ ആ ഫ്രണ്ട്സുകൾ ചർച്ച ചെയ്യും. അതുപോലെ എന്ത് ചെയ്യുന്നു, ബേലയും സാഹിലും എന്താണ്, ഭയങ്കര ഇൻവെൻറ്റ് ഫ്രണ്ട്സുകളായിരുന്നു അല്ലേ, ക്ലോസ് ഫ്രണ്ട്സുകളായിരുന്നു. അപ്പോൾ ബേല സാഹിലിനോട് ചോദിച്ചു, സാഹിലെ നീ എവിടെയാണ് പഠിക്കുക? അപ്പോൾ നേരെ തിരിച്ച് സാഹിലും അങ്ങോട്ട് ചോദിച്ചു, ബേല നീ എവിടെയാണ് പഠിക്കുക, ഒന്ന് പറ. ഓക്കെ, मेरा पापा कह रहे थे कि मुझे तुझे राजकीय कन्या पाठशाला में पढ़ाएंगे और तुम. मेरा पापा कह रहे थे कि पापा का मतलब पिता, फादर. എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു എന്ത്, അകലെ സാല് നെക്സ്റ്റ് ഇയർ എന്ത് ചെയ്യണം, പാപ്പ കഹ രഹേ थे मुझे राजकीय कन्या पाठशाला में पढ़ाएंगे. നിന്നെന്ത് ചെയ്യും, രാജകീയ കന്യാ പാഠശാലമേ, ഒരു ഗവൺമെൻറ് ഗേൾസ് സ്കൂളിൽ അല്ലേ, നിന്നെ ഒരു ഗവൺമെൻറ് ഗേൾസ് സ്കൂളിൽ പഠിപ്പിക്കുമെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നു എന്ന് ബേല ആൻസർ നൽകുകയാണ്. അപ്പോൾ അവർത്തും വീണ്ടാമത് ബേല ചോദിക്കുകയാണ്, അവർത്തും നീയോ, അല്ല സാഹിലെ നീ എവിടെയാണ് പഠിക്കുക, നീ ഒന്ന് പറ. ഓക്കെ, മുझे അകലെ സാൽ അജ്മീർ भेज देंगे. എന്നെ എന്ത് ചെയ്യും, അകലെ സാൽ നെക്സ്റ്റ് ഇയർ എന്ത് ചെയ്യും, അജ്മീർ भेज देंगे. എന്നെ അജ്മീറിലേക്ക് പറഞ്ഞയക്കും. भेजना സെൻഡ് എന്നൊക്കെ അർത്ഥം അയക്കുക.
എന്നെ അടുത്ത വർഷം അജ്മീറിലേക്ക് പറഞ്ഞയക്കും. വഹാ ഏക്ക് ഹോസ്റ്റൽ ഹേ, അവിടെ എന്തുണ്ട്, ഒരു ഹോസ്റ്റൽ ഉണ്ട്. घर से दूर वहाँ अकेला रहूँगा, घर से दूर वहाँ अकेला रहूँगा, വീട്ടിൽ നിന്ന് ദൂരെ എന്ത് ചെയ്യും, അകല രഹൂങ്ക, ഞാൻ അവിടെ താമസിക്കും ഒറ്റയ്ക്ക്. അകേല അകലോൺ അല്ലേ, തനിയെ ഞാൻ താമസിക്കും. അല്ലേ, ഇപ്പം നിങ്ങൾ ബോർഡിങ്ങിലും ഹോസ്റ്റലിലൊക്കെ തുടർ പഠനമൊക്കെ പഠിക്കേണ്ടി വരും അല്ലേ, അവിടെ നിങ്ങളെ വീട്ടുകാരെല്ലാവരും കൂടെ വരില്ല, നിങ്ങൾ തനിയായിരിക്കും, പിന്നെ വേറെ വരുന്ന ഫ്രണ്ട്സുകളായിരിക്കും ഉണ്ടാവുക അല്ലേ. അതുപോലെ എന്ത് ചെയ്തു, സാഹിൽ പറഞ്ഞു ഞാൻ എന്നെ നെക്സ്റ്റ് ഇയർ അച്ഛൻ പറഞ്ഞിരുന്നു എന്നെ അജ്മീറിലേക്ക് പറഞ്ഞു വിടാ എന്ന്. അജ്മീറിൽ ഹോസ്റ്റലിലാണ് അല്ലേ, അവിടെ ഞാൻ തനിയെ കഴിയേണ്ടി വരും എന്ന് പറഞ്ഞു. क्यों साहिल, पता नहीं क्यों, तो यानी कि अब तुम फुलेरे ही नहीं रहेंगे? नहीं, तुम्हारा रिपोर्ट कार्ड दिखाना. നോക്കേ, ക്യോ സാഹിൽ. അപ്പോൾ ബേല തിരിച്ചു ചോദിച്ചു, ക്യോ സാഹിൽ, എന്തുകൊണ്ടാണ് സാഹിലെ, സാഹിലെ എന്തുകൊണ്ടാണ് നിന്നെ അവിടെ പറഞ്ഞു വിടാൻ കാരണം അല്ലേ, അച്ഛൻ എന്തുകൊണ്ട് നിന്നെ അവിടെ പറഞ്ഞു വിടുന്നു? ക്യോ സാഹിൽ, എന്തുകൊണ്ടാണ് നിന്നെ അച്ഛൻ അവിടെ പറഞ്ഞു വിടുന്നതെന്ന് ചോദിച്ചു. അപ്പം അതാ നെയ്ക്കോ അല്ലേ, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അല്ലേ. നിങ്ങളുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ എന്താണ് നിങ്ങളുടെ പഠനത്തെക്കുറിച്ച് ഒരു ആഗ്രഹം ഉണ്ടാവും അല്ലേ, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യണം, പറ്റുന്നതാണെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ അതുപോലെ പറഞ്ഞു വിടും. അതുപോലെ എന്ത് ചെയ്യുന്നു, എന്തിനാണെന്ന് എനിക്കറിയില്ല, പതാ നെഹിക്കോ, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. തോ യാനിക്ക് അപ്പൊ തും ഫുലേരെ മീ നെഹി രഹേഗാ. തോ യാനിക്ക് യാനിയാണ ഓ, അതായത് അതായത് എന്താണ്, ഫുലേരെ മീ നെഹി രഹേഗാ, ഇനി നീ ഫുലേരയിൽ കാണില്ലേ. ഫുലേര എന്താ, ആ ഉസ്കോ രേനെ വാലെ ഗാവ് അല്ലേ, അവർ താമസിക്കുന്ന ആ വില്ലേജാണ്, ഗ്രാമമാണ് അല്ലേ, പട്ടണമാണ്, ഗ്രാമമാണ് എന്ത് ചെയ്യും, ഫുലേര ജംഗ്ഷൻ. നിന്നെ ഫുലേരയിൽ കാണില്ലേ എന്ന് ചോദിക്കുകയാണ്. നെഹി രഹേഗ, നെഹി, നോ 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 നോ, ഇല്ല എന്നെ കാണില്ല. ഇനി ഞാൻ കുറേ ദൂരെ അവിടെയല്ലേ വല്ലപ്പോഴൊക്കെ വരുള്ളൂ, വർഷത്തിലൊരു പ്രാവശ്യം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴേക്ക് വരുള്ളൂ. എന്നെ നീ എപ്പോഴും ഇതുവരെ കണ്ട പോലെ കാണുന്നത് പോലെ എന്നെ കാണില്ല. तुम्हारा रिपोर्ट कार्ड दिखाना, हाँ तुम्हारा रिपोर्ट कार्ड दिखाना, रिपोर्ट कार्ड मार्क लिस्ट है निजे मार्क लिस्ट में കാണട്ടെ, കാണിക്ക് रिपोर्ट कार्ड दिखाना. साहिल बेला का रिपोर्ट कार्ड देख रहा है और बेला साहिल का. आज आखिरी बारी वे एक दूसरे को कोई चीज को छूकर देख रहे हैं. तुम्हारी आंख में आंसू क्यों आ रहा है बेला? मुझे क्या पता, बेला ने डबडबाई आंखों से हंसते हुए कहा. നോക്കേ, സാഹിൽ ബേല का റിപ്പോർട്ട് കാർഡ് देख रहा था. സാഹിൽ എന്ത് ചെയ്യുന്നു, ബേലയുടെ എന്ത് ചെയ്യുന്നു, റിപ്പോർട്ട് കാർഡ് മാർക്ക് ലിസ്റ്റ് അല്ലേ, സാഹിൽ ബേലയുടെ മാർക്ക് ലിസ്റ്റ് ഇങ്ങനെ നോക്കുകയായിരുന്നു. ബേല സാഹിൽക്ക, ബേല സാഹിലിൻ്റെ അല്ലേ, അത് സ്വാഭാവികമാണല്ലോ, അവർ എന്താ ഒരാൾ ചെയ്യുന്നത് അതുപോലെ മറ്റാളും ചെയ്യല്ലേ, തിരിച്ചു മറിച്ചു നോക്കിയില്ലേ. നിങ്ങൾ SSLC പരീക്ഷ കഴിഞ്ഞിട്ട് മാർക്ക് ലിസ്റ്റിന് വരികയാണ്, ആ അത് ഇപ്പം മാർക്ക് ലിസ്റ്റ് ഒന്ന് കാണിച്ചതെന്ന് നോക്കൂല്ലേ, നിൻ്റെതൊന്ന് കാണട്ടെ ഞാനും, അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഷെയർ ചെയ്യും. അതുപോലെ എന്ത് ചെയ്യുന്നു, അവർ പരസ്പരം എന്ത് ചെയ്യുന്നു, പരസ്പരം അവർ റിപ്പോർട്ട് കാർഡ് നോക്കുകയാണ്. ടുഡേ, ഇന്ന് എന്ത് ചെയ്യുന്നു, ആഖിരി ബാരി, അവരുടെ ലാസ്റ്റ് ചാൻസ് ആണ്. എന്താ അങ്ങനെ പറയാൻ കാരണം, രണ്ടാൾ മരിക്കാൻ പോവണോ? നെയ് ദോനോ സ്ഥലകലക്ക് സ്കൂളിൽ ജാത്താ ഹേ, രണ്ടുപേരും എന്താണ് വ്യത്യസ്ത സ്കൂളിലേക്ക് പോവുകയാണ് അല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവരുടെ ലാസ്റ്റ് ചാൻസ് ആണ്. ഏക്ക് ദൂസരേക്ക്, ഒരാൾ മറ്റാളോട് എന്ത് ചെയ്യുന്നു, ദൂസരേക്ക് കോയി ചീതുക്കോ, അവരുടെ കയ്യിലുള്ള ആ തിങ്സ് വസ്തുക്കൾ എന്ത് ചെയ്യുന്നു, ചൂക്കർ ദേഖിരേഹനെ, ആ ചൂനാന തൊടുക, സ്പർശിക്കുക, ടച്ച് ചെയ്യുക അല്ലേ, പരസ്പരം അവർ ടച്ച് ചെയ്ത് അല്ലേ തൊട്ട് നോക്കുന്നതിൻ്റെ അവസാനത്തെ ദിവസമാണ്. ഇനി ഒരിക്കലും തൊട്ട് നോക്കാൻ പറ്റില്ല, അവർക്ക് മാർക്ക് ലിസ്റ്റ് വാട്സപ്പിൽ സെൻഡ് ചെയ്യാനോ ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്യാനൊക്കെ കഴിയുള്ളൂ. കാരണം എന്താണ്, സാഹിർ അജ്മീറിലേക്കും പോവുകയാണ്, ബേല രാജകീയ കന്യാ പാഠശാലയിലേക്കും പോവുകയാണ് അല്ലേ, അവർ ദോനം പിച്ചുടൻ നോക്കുകയായ രണ്ടുപേരും എന്താണ് വേർപിരിയുകയാണ്. അതുകൊണ്ടാണ് അവരുടെ ലാസ്റ്റ് ചാൻസ് എന്ന് പറയുന്നത്. തുമാരി ആങ്കോമേ ആംസു ക്യോ ആ രഹാ ഹൈ ബേല? തുമാരി ആങ്കോമേ, നിന്റെ കണ്ണുകളിൽ ആംസു, കണ്ണുനീര് അല്ലേ, നിന്റെ കണ്ണുകളിൽ എന്താ കണ്ണുനീർ വരുന്നത് ബേല? ആ രഹിയ ബേല, എന്തുകൊണ്ടാണ് കണ്ണുനീർ വരുന്നത് ബേല? മുझे क्या पता, ബേല ആൻസർ നൽകി. മുझे क्या पता, ഞാൻ എന്ത് പറയാൻ എനിക്കറിയില്ല. ബേലനെ ഡബ്ഡബായി ആങ്കോംസെ ഹംസെ ഉയെ കഹാ, ബേലനെ ഡബ്ഡബായി ആങ്കോംസെ, അവിടെ നിറഞ്ഞ കണ്ണുകൾ അല്ലേ, ഡബ്ഡബാനാണ് നിറയുക അല്ലേ, അവിടെ നിറഞ്ഞ കണ്ണുകൾ എന്ത് ചെയ്യുന്നു, ആങ്കോംസെ ഹംസെ ഉയെ കഹാ, ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കണ്ണുകളൊക്കെ നിറഞ്ഞു തുടിക്കുന്നുണ്ട്, അതോടുകൂടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കറിയില്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നുള്ള രീതിയിൽ അവള് മറുപടി പറഞ്ഞു അല്ലേ. അവളുടെ കണ്ണുകൾ നിറഞ്ഞ ഡബ്ഡബാനാണ് നിറയുക അല്ലേ, നിറഞ്ഞ കണ്ണുകളോട് കൂടെ എന്ത് ചെയ്തു,
അവൾ ആൻസർ പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല അല്ലേ. നിറഞ്ഞ കണ്ണുകളോടുകൂടെ അവൾ പറഞ്ഞു എന്തുകൊണ്ടാണ് എനിക്കറിയില്ല, എൻ്റെ കണ്ണിൽ നിന്ന് എന്താണ് കണ്ണുനീർ വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവൾ പറഞ്ഞു. മനസ്സിലായോ? ഓക്കെ അല്ലേ. ആ ഒരു രീതിയിൽ എന്ത് ചെയ്തു, അവൾ നിറഞ്ഞ കണ്ണുകളോടുകൂടെ അവൾ പറഞ്ഞു. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നത്, സ്കൂളുകൾ ചേഞ്ച് ചെയ്യാണ്. കാരണം എന്താണ്, അവിടെ സ്കൂളുകൾ 5ാം ക്ലാസ് വരെയേ ഉള്ളൂ അല്ലേ. രണ്ടുപേരുടെയും സ്കൂളുകൾ 5ാം ക്ലാസ് വരെയേ ഉള്ളൂ. അപ്പോൾ 6ാം ക്ലാസ്സിലേക്ക് വേറെ സ്കൂളിലേക്ക് പോവുകയാണ്. വേല രാജകീയ കന്യാ പാഠശാലയിലേക്കും സാഹിൽ അജ്മീറിലേക്കുമാണ് പോകുന്നത്. ഓക്കെ, അതിൽ പേജ് നമ്പർ 10 നോക്കിയ ഒരു ക്വസ്റ്റ്യൻ ആൻസർ അടുത്ത ക്ലാസ്സിലെ വർക്കുകളാണ്. അതും എഴുതണം. കൂടെ എന്ത് ചെയ്യണം, ഒരു തിരക്കഥയും കൂടെ ഞാൻ നിങ്ങൾക്ക് തരും. ആ തിരക്കഥയും കൂടെ എന്ത് ചെയ്യണം, നെക്സ്റ്റ് ക്ലാസ്സിലെ വർക്കാണ്. അത് എന്നിട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യട്ടോ. നോക്കേ, इन बच्चों को अपने चारों ओर गिरते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. इसका मतलब क्या है? देखिए, इन बच्चों को अपने चारों ओर गिरते देखकर, ഈ കുട്ടികൾ എന്ത് ചെയ്തു, തൻ്റെ ചാരോ ഓർ गिरते देखकर എൻ്റെ ചുറ്റുപാടും കളിക്കുന്നത് കണ്ടിട്ട് എന്ത് ചെയ്യുന്നു, ഗാന്ധിജിക്ക് മൂർത്തി, ഗാന്ധിജിയുടെ മൂർത്തി, യെസ് ഓക്കെ, സ്റ്റാച്ചു അല്ലേ, ബിംബം, പ്രതിമ, ആ ഗാന്ധിജിയുടെ മൂർത്തി എന്ത് ചെയ്യുന്നു, ആ സ്റ്റാച്ചു എന്ത് ചെയ്യുന്നു, മൂർത്തി ऐसी दिखाई पड़ती, ഇപ്രകാരം കാണപ്പെട്ടു. जैसे अब समय से कुछ अधिक मुस्कुरा रही है, എപ്രകാരം എന്നോ, कुछ समय से अधिक मुस्कुरा रही है, സമയത്തേക്കാൾ കൂടുതൽ എന്ത് ചെയ്യുന്നു, പുഞ്ചിരിക്കുന്നത് പോലെ, समय से अधिक मुस्कुरा रही है അല്ലെ, അധികം പുഞ്ചിരിക്കുന്നത് പോലെ ഫീൽ ചെയ്തു. इसका मतलब क्या है? അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, അതിൻ്റെ മീനിങ് എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ അവർക്ക് ഫീൽ ചെയ്യാനുണ്ടായ കാരണം അല്ലേ. സമയത്ത് അധികം മുസ്കുരാ രഹിയെ, സമയത്തേക്കാൾ കൂടുതൽ എന്ത് ചെയ്യുന്നു, പുഞ്ചിരിക്കുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്തു. എന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത് അല്ലേ. എന്തുകൊണ്ടാണ്, എന്താണ്, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? പോന്നെ ഓക്കെ അല്ലേ. ആ ഗാന്ധിജിയുടെ പ്രതിമ ചിരിക്കുന്ന പ്രതിമയാണ് അല്ലേ. സ്വാഭാവികമായിട്ടും എന്താണ്, കുട്ടികളുടെ കളി അല്ലേ, കുട്ടികൾ കളിക്കുന്നത് കാണാൻ എന്താണ് എല്ലാവർക്കും ഭയങ്കര കൊതിയാണ് അല്ലേ. ചെറിയ കുട്ടികൾ കളിക്കുന്നത് കാണുമ്പോൾ അത് കൗതുകത്തോടു കൂടെ മുതിർന്നവർ നോക്കി നിൽക്കും. അതുപോലെയാണ് ഇവിടെ എന്താണ്, ആ ഗാന്ധി സ്ക്വയറിൽ ആ മണലിൽ എന്ത് ചെയ്യുന്നു, കുട്ടികൾ കളിക്കുകയാണ് അല്ലേ. എന്ത് കളി, ബോലിയേ, ഓക്കെ, ലങ്കടി ടാങ്ക് അല്ലേ. ആ ലങ്കടി ടാങ്ക് അവിടെയും എന്താണ് കളിക്കുകയാണ് അല്ലേ. ആ കളിക്കുന്നത് കണ്ടിട്ട് എന്ത് ചെയ്യുന്നു, ഗാന്ധിജിയുടെ ആ സ്റ്റാച്ചു അല്ലേ, ആ പ്രതിമ എന്താണ്, ചിരിക്കുന്ന ഒരു പ്രതിമയാണ്. അത് ഒന്നും കൂടെ ചിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യണം അല്ലേ. നമ്മൾക്കറിയാം, നമുക്ക് ചില രവിവർമ്മയുടെ ഒക്കെ ചിത്രങ്ങളൊക്കെ അല്ലേ എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്ത് കാണും അല്ലേ. അവരെന്നാൽ അത് തുറിച്ച് നമ്മളിങ്ങനെ നോക്കുന്നത് പോലെ തോന്നും അല്ലേ. അതിനൊരു ഇളക്കം അല്ലേ ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അത്രയും എന്താണ്, ആ പെർഫെക്റ്റ് ആയിരിക്കും ആ ചിത്രങ്ങൾ. അതുപോലെ എന്ത് ചെയ്യുന്നു, ഈ ഗാന്ധിജിയുടെ ആ ചിരിക്കുന്ന പ്രതിമ അല്ലേ, നമ്മുടെ കഹാനികാറായിട്ടുള്ള പ്രഭാതിന് തോന്നുകയാണ്. ആ ചിരിക്കുന്ന പ്രതിമ ആ കുട്ടികളുടെ കളി കണ്ടിട്ട് എന്ത് ചെയ്യുന്നു, അതിലേറെ ഒന്നും കൂടെ ചിരിക്കുന്നുണ്ടോ എന്ന് തോന്നുകയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ആ ഒരു വർക്ക് ചെയ്യുക. അതുപോലെ നമുക്ക് വേറൊരു വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പടുക്കഥ. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു തിരക്കഥ തരും. ആ തിരക്കഥ നോട്ടിലേക്ക് നിങ്ങൾ പകർത്തുക. അതുപോലത്തെ ഒരു തിരക്കഥ എന്തുണ്ടാവും, നിങ്ങൾ സ്വയം ചെയ്യേണ്ടി വരും. ഈ പാഠഭാഗം കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് 2 പാരഗ്രാഫും കൂടെ എടുക്കാനുണ്ട്. ആ പാരഗ്രാഫും കൂടെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുക, ഒരു തിരക്കഥ, ഒരു പടുക്കഥ അല്ലേ, ഒരു പടുക്കഥ നിങ്ങൾ എഴുതേണ്ടി വരും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് തരുന്നതായിട്ടുള്ള തിരക്കഥ നല്ല മനസ്സിലാക്കിയ രീതിയിൽ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ തരുന്ന തിരക്കഥ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ചെയ്യേണ്ടി വരും. അതുപോലെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ത് ചെയ്യുക, അടുത്ത ക്ലാസ്സിൽ എഴുതുക. വർക്കുകളൊക്കെ അതാത് ദിവസം ഞാൻ നിങ്ങളെ വർക്കുകൾ ചെക്ക് ചെയ്യുന്ന സമയം കുറച്ച് ആളുകൾ മാത്രമേ ചെയ്യുന്നത് കാണുന്നുള്ളൂ. ഞാൻ ആ തന്ന ദിവസം നോക്കിയപ്പോൾ കുറച്ച് ആളുകൾ ഓരോ വർക്ക് നിങ്ങൾക്ക് എന്ത് തരുന്നു, അത് കറക്റ്റായിട്ട് അന്ന് തന്നെ ചെയ്യുക. അത് പിന്നെ എന്ത് ചെയ്യുക, അത് ചോദിക്കുകയൊന്നുമില്ല, അതിന് യാതൊരു അപ്പീലും ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞുതരാം, നിങ്ങൾ 10th പഠിക്കുന്നത്, അന്നാന്നുള്ള വർക്കുകൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ചെയ്യുക. അത് എല്ലാ വിഷയങ്ങളും അത് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുന്നത് പോലെ വർക്ക് അപ്ലോഡ് ചെയ്യുക. നിങ്ങളെ നോട്ടിൻ്റെ ഒരു സബ്മിഷൻ്റെ സമയം വരും, സബ്മിറ്റ് ചെയ്യാൻ വൈകാതെ തന്നെ ഉണ്ടാവും. ആ സമയം നോട്ടുകളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിരിക്കണം. ആ ഒരു രീതിയിൽ എല്ലാവരും ചെയ്യുക. ഓക്കെ, ധന്യവാദം.